ഭൗതികശാസ്ത്ര സിദ്ധാന്തങ്ങളെയും ഉപനിഷത് ദർശനങ്ങളെയും പരസ്പരം സമന്വയിപ്പിച്ച വ്യത്യസ്ത വീക്ഷണകോണുകളിലൂടെ നോക്കിക്കാണുന്ന സാപേക്ഷ സിദ്ധാന്തവും നിരപേക്ഷ വേദാന്തവും എന്ന പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് ശ്രീ നിർമാല്യം കെ വാമദേവൻ. രണ്ടാമത്തെ പുസ്തകം ശ്രീ കുരീപ്പുഴ ഫ്രാൻസിസ് തയ്യാറാക്കിയ മലിനപ്പെടുന്ന ഭൂമിയെ സംരക്ഷിക്കേണ്ട ആവശ്യകത വ്യക്തമായി അപഗ്രഥിക്കുന്ന ഈ ഭൂമി നമ്മുടേതാണ് എന്ന പുസ്തകം. മൂന്നാമത്തെ പുസ്തകം ശ്രീ വേറ്റിനാട് PS കുമാർ തയ്യാറാക്കിയ വള്ളം, വള്ളംകളികൾ, വഞ്ചിപ്പാട്ട് എന്ന 3 പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മമാണ് നടക്കുന്നത്. ആദ്യമായി ഈ വേദിയിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബഹുമാന്യനായ ഡയറക്ടർ ശ്രീ ഡോക്ടർ സത്യൻ അവർകളാണ്. സാറിനെ ബഹുമാന പുരസ്സരം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ 3 പുസ്തകങ്ങളുടെയും പ്രകാശനം ഇവിടെ നിർവഹിക്കുന്നത് സാംസ്കാരിക വകുപ്പിൻ്റെ ഡയറക്ടർ ശ്രീ ഡോക്ടർ ദിവ്യ S IAS അവർകളാണ്. മാഡത്തെ സ്നേഹപുരസ്സരം ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകങ്ങൾ സ്വീകരിക്കുന്നത് യഥാക്രമം പ്രഭാത് ബുക്ക് ഹൗസ് ജനറൽ മാനേജർ പ്രൊഫസർ M ചന്ദ്രബാബു അവർകൾ, സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ V ബാലകൃഷ്ണൻ അവർകൾ, ഫോക്ക് ലൈഫ് അക്കാദമി ഡയറക്ടർ ശ്രീ ജയചന്ദ്രൻ കണമ്പനാട് എന്നിവരാണ്. മൂവരെയും വളരെ ബഹുമാനത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ ഗ്രന്ഥം തയ്യാറാക്കിയ ബഹുമാനപ്പെട്ട ഗ്രന്ഥകാരന്മാരെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ വേദിക്ക് നന്ദി പറയുന്നത് ഈ 2 പുസ്തകങ്ങളുടെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ള ശ്രീമതി ശ്രീകലയാണ്. ചേച്ചിക്കും ഈ വേദിയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട ഡയറക്ടർ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, 3 പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യുന്നത്. ഈ 3 പുസ്തകത്തിന് നമുക്ക് അനുവദിച്ചിട്ടുള്ള സമയം 25 മിനിറ്റ് ആണ് താനും. അതുകൊണ്ട് ഞാൻ അധ്യക്ഷ പ്രസംഗത്തിലേക്കൊന്നും മുതിരുന്നില്ല. ആദ്യം തന്നെ ഈ 3 പുസ്തകങ്ങളും പ്രകാശനം ചെയ്യും. അതിനുശേഷം ബഹുമാനപ്പെട്ട ദിവ്യ S അയ്യർ നമ്മോട് സംസാരിക്കും. ആദ്യത്തെ പുസ്തകം സാപേക്ഷ സിദ്ധാന്തവും നിരപേക്ഷ വേദാന്തവുമാണ്. നിർമാല്യം കെ വാമദേവൻ എഴുതിയ ഈ പുസ്തകം സ്വീകരിക്കുന്നത് പ്രൊഫസർ ചന്ദ്രബാബുവാണ്. പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് ദിവ്യ S അയ്യരെയും പുസ്തകം സ്വീകരിക്കുന്നതിന് പ്രൊഫസർ ചന്ദ്രബാബു അവർകളെയും ക്ഷണിക്കാം. ഇറങ്ങുന്നു മനമുയർന്നു തമസകറ്റുന്ന നറുവെളിച്ചം നിറയ്ക്കുന്നു തിരി കൊളുത്തുന്നു അക്ഷരം തീർക്കുന്ന ലോകം നിറം തൂകും ചായങ്ങളൊരു പിടി വിതയ്ക്കുന്നു മുതുകാലം എഴുത്തിൻ കാമ്പിൽ ചിറകിലുയരുമി ഒരു മപടരും അഖിലമിനിയും ഒരുവന്. ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ S അയ്യർ നമ്മോട് സംസാരിക്കും. വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള എല്ലാ അക്ഷരപ്രേമികൾക്കും പുസ്തകപ്രേമികൾക്കും നമസ്കാരം. നമ്മൾ 3 എന്ന് കരുതി ആരംഭിച്ചത് 4-ൽ എത്തുന്നു. 4 പുസ്തകങ്ങളാണ്, മണിയായിട്ടുള്ള 4 പുസ്തകങ്ങളാണ് ഇന്നിവിടെ നമുക്ക് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച നമുക്കിന്ന് പ്രകാശനം ചെയ്യാൻ സാധിച്ചത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഗ്രന്ഥകർത്താക്കളായിട്ടുള്ള എല്ലാവർക്കും പ്രൊഫസർ ചന്ദ്രബാബു നിർമാല്യം വാമദേവൻ അവർകൾ, കുരീപ്പുഴ ഫ്രാൻസിസ് അവർകൾ, വെറ്റിനാട് PS കുമാർ അവർകൾ, മൂവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദ്യം തന്നെ അഭിനന്ദിക്കട്ടെ. ഓരോ പുസ്തകവും നമ്മൾ ലോകത്തിന് സമർപ്പിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ആ ഓരോ ഗ്രന്ഥകർത്താവും ഒഴുക്കിയിട്ടുള്ള ചിന്തകളുടെ, സമയത്തിൻ്റെ, ജീവിതത്തിൻ്റെ ഒക്കെ മധു നുകരുക എന്നുള്ളതാണ് ഒരുപക്ഷെ പുസ്തകത്തിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇവർ മൂവരും ഇനിയും അനേകം പുസ്തകങ്ങൾ നമ്മുടെ പുതിയ തലമുറയ്ക്കായി ഒരു സന്ദേശം എന്ന വണ്ണം തുടർന്നും രചിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. പുതിയ തലമുറയ്ക്ക് എന്ന് ഞാൻ എടുത്തു പറയുവാനുള്ള ഒരു കാരണമുണ്ട്. ഈ 3 പുസ്തകങ്ങളുടെ ശീർഷകം നോക്കിയാൽ തന്നെ ഒന്ന് ഭൂമിയെക്കുറിച്ചുള്ളതാണ്. ഈ ഭൂമി നമ്മുടേതാണ് എന്നുള്ളതാണ്. അപ്പോൾ വന്ന് കയറിയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, മോളെ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഈ ഭൂമി നശിക്കാതെ നമ്മൾ നോക്കണം എന്നുള്ളത്. ആ ഒരു വാക്കിൽ ഒരു പക്ഷേ ഒരു ചെറിയ പുസ്തകമാണ്, പക്ഷേ പുസ്തകത്തിൻ്റെ ഒരു സാരാംശം ആ 2 വാക്കുകളിൽ തന്നെ ഒളിഞ്ഞു കിടക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഭൂമി നമ്മുടേതാണ് എന്നുള്ളത് മാത്രമല്ല,
ഒരു പക്ഷേ അതിനൊരു പടി മേലെ പോയി ഞാൻ പറയും, നമ്മൾ ഈ ഭൂമിയുടേതാണ് എന്നുള്ളത്. കാരണം നാം ഓരോരുത്തരും ഭൂമിയെയും പ്രകൃതിയെയും സ്നേഹിക്കുന്നതും സംരക്ഷിക്കുന്നതും ഒന്നും നമുക്ക് വേണ്ടിയോ മനുഷ്യന് വിലസുവാൻ വേണ്ടിയോ അല്ല, മറിച്ച് പ്രകൃതി വരദാനമായി നൽകുന്ന സ്രോതസ്സുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽക്കാനാകൂ എന്നുള്ള ഒരു തിരിച്ചറിവിന്മേലാണ്. നാം പ്രകൃതിക്ക് ചെയ്യുന്ന ഒരു സഹായമല്ല അത്, മറിച്ച് നമ്മുടെ ജീവിതങ്ങൾ എന്നുള്ളത് പ്രകൃതി നമുക്ക് നൽകുന്ന ഒരു വരദാനമാണ് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ഓരോ പടിയായി പടവുകൾ കയറി മുന്നേറുവാൻ നമ്മുടെ പുതിയ തലമുറയ്ക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് ആ പുസ്തകം ഞാൻ പ്രകാശനം ചെയ്യുന്നത്. രണ്ടാമത്തേത്, ഒരുപക്ഷെ അതിൻ്റെ ശീർഷകം കേട്ടാൽ, അതിൻ്റെ തലക്കെട്ട് കേട്ടാൽ ആരും രണ്ടാം തവണ ഒന്നുകൂടി എടുത്തു നോക്കും. സാപേക്ഷ സിദ്ധാന്തം, ആപേക്ഷികത, നിരപേക്ഷത എന്നുള്ള വാക്കുകളൊക്കെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഒരുപക്ഷെ ഉപയോഗിക്കാത്ത ഒന്നായിരിക്കും. എന്നാൽ അത് തുറന്നു നോക്കുമ്പോൾ ആദ്യത്തെ അതിൻ്റെ അധ്യായങ്ങൾ ഓരോന്നായി നോക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നുള്ളതിനെ ആസ്പദമാക്കി എങ്ങനെയാണ് നമ്മുടെ ജീവിത തത്വങ്ങൾ അതിനു ചുറ്റും മെനയുന്നത് എന്നുള്ളത് വളരെ മനോഹരമായി കാവ്യാത്മകമായി അദ്ദേഹം ഒരു ചെറിയ പുസ്തകത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ്. ഐൻസ്റ്റീനോട് തന്നെ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നുള്ളത് എത്ര പേർക്കാണ് ഈ ലോകത്ത് മനസ്സിലായിട്ടുള്ളത് എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ വിരലിലെണ്ണാവുന്ന കുറച്ച് പേർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ അതെന്താണെന്ന് മനസ്സിലായിട്ടുള്ളൂ എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിൽ അദ്ദേഹം എപ്പോഴോ സമ്മതിച്ചിട്ടുണ്ട്. അത് തലമുറകൾ കഴിഞ്ഞും അതെന്താണ് എന്നുള്ളത് മനസ്സിലാക്കുവാനും അതിൽ കൂടുതൽ ഗവേഷണം ചെയ്യുവാനുമൊക്കെ ശാസ്ത്രജ്ഞർ പാടുപെടുന്ന കാലഘട്ടത്തിലാണ് അതിൻ്റെ ഒരു സിദ്ധാന്തം എന്നുള്ള നിലയിൽ മാത്രമല്ലാതെ അതിനെ ഒരു തത്വശാസ്ത്രമായി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഏതൊരു സിദ്ധാന്തവും ഏതൊരു തത്വശാസ്ത്രവും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് ഒരു കൊച്ചുകുട്ടിക്ക് നമുക്കത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ മാത്രമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്തരത്തിൽ അത് അവതരിപ്പിക്കുകയും അത് കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന തരത്തിൽ അവതരിപ്പിക്കുകയും ചെയ്ത ഗ്രന്ഥകർത്താവിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ, നന്ദി. മൂന്നാമത്തെ പുസ്തകം ഞാൻ ഒരുപക്ഷെ തുറന്ന് സമ്മതിക്കണമെങ്കിൽ ഏറ്റവും അധികം വായിച്ചത് വഞ്ചിപ്പാട്ടിൻ്റെ പുസ്തകമാണ്. അതിൻ്റെ കാരണവും നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാമായിരിക്കും. ജീവിതത്തിൻ്റെ നല്ല ഒരു സൗഭാഗ്യം സിദ്ധിച്ച കാലഘട്ടം പത്തനംതിട്ടയിൽ ജില്ലാ കളക്ടറായി സേവനം അനുഷ്ഠിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പരിപാടി പത്തനംതിട്ടയിലായിരുന്നു നടക്കുന്നത് എന്നുണ്ടായിരുന്നെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും വേദിയിലേക്ക് വരവേൽക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ഈ വഞ്ചിപ്പാട്ട് ആലപിച്ചുകൊണ്ടായിരിക്കും. ആറന്മുളയിലെ ഏത് പരിപാടിക്ക് നമ്മൾ പോയാലും അത് അമ്പലത്തിൻ്റെ പരിപാടിയോ ഭഗവാന്റെ പരിപാടിയോ ഒന്നും ആകണമെന്നില്ല, മറിച്ച് ഏത് പൊതുസമ്മേളനത്തിന് നമ്മൾ പോയാലും കുട്ടികൾ, യുവാക്കൾ വഞ്ചിപ്പാട്ടുകൾ പാടിയാണ് നമ്മളെ ആനയിച്ചുകൊണ്ട് വേദിയിലേക്ക് പോകുന്നത്. അത്ര മനോഹരമായ ഒരു സംസ്കാരത്തിൻ്റെ ഇതളായി മാറിയിരിക്കുകയാണ് വഞ്ചിപ്പാട്ട് എന്നുള്ളത്. ആറന്മുളയിൽ മാത്രമല്ല വഞ്ചിപ്പാട്ടുള്ളത് എന്നറിയാം. പല തരങ്ങളിലുള്ള വഞ്ചിപ്പാട്ടുണ്ട്, വെച്ചുപാട്ടുകളുണ്ട്, കുട്ടനാടൻ ശൈലിയുണ്ട്, ആറന്മുള ശൈലിയുണ്ട്. അതിനെയൊക്കെ കുറിച്ച് വളരെയധികം ഗവേഷണം ചെയ്ത് തന്നെ അദ്ദേഹത്തിന് സ്വയം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആന്തരികമായി ഉള്ള അറിവാണോ അതോ ആർജിച്ച അറിവാണോ എന്നെനിക്കറിയില്ല. പക്ഷേ രണ്ടായാലും അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്തും ആ ഒരു കലാമൂല്യമുള്ള ഒരു സാംസ്കാരിക പൈതൃകത്തിൻ്റെ നാനാമുഖങ്ങൾ അഴകോടുകൂടി ആ പുസ്തകത്തിൽ അദ്ദേഹം ഉയിരേകിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരിക്കൽ കൂടി ആറന്മുളയിലേക്ക് കൊണ്ടുപോയതിനും അതൊക്കെ ഓർമ്മിപ്പിച്ചതിനും ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അവിടുത്തെ ഒരു വഞ്ചിപ്പാട്ടായാലോ നമുക്ക്? കൂടെ പാടണം. വഞ്ചിപ്പാട്ട് ഒറ്റയ്ക്ക് പാടാൻ പറ്റില്ല. ഏറ്റുപാടുമോ? ഓക്കെ. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി
തൻ്റെ തേതേ തകതൈ ധീരദിത്തോ ധീരിതോ തിത്തോ തിഗതോ തൈതൈ തകതാദിത്തഗതോ ധീയദിത്തോ ദിത്തോ തിഗിതോ ഏഴു രണ്ടുലകമെല്ലാം അടക്കി പാലാഴി തൻ്റെ ഏഴു രണ്ടുലകമെല്ലാം അടക്കി പാലാഴി തൻ്റെ തൈതേ ധീയദിത്തോ ദിത്തോ തകിതോ തൈതൈ തകതഗതിത്തോ ധീയദിത്തോ ദിത്തോ തികിതോ കീഴിലാക്കി പള്ളി കൊള്ളും തൈതൈ തകതൈ തകതും കീഴിലാക്കി പള്ളി കൊള്ളും തിത്തിത്താതൈ കീഴിലാക്കി പള്ളി കൊള്ളും അതിശയനേ ഹോയ് കീഴിലാക്കി പള്ളി കൊള്ളും അതിശയനേ ഹോയ് തൈതൈ തകതിത്തീകത ധീയദിത്തോ ദിത്തോ ദിഗിതോ തൈതൈ തകതീതകതോധ ധീയദിത്തോ ദിത്തോ ദിഗിതോ. അങ്ങനെയാണ് വഞ്ചിപ്പാട്ടിൻ്റെ. ഞാൻ പത്തനംതിട്ട പോയതിന് ശേഷം പഠിച്ചതാണ് കേട്ടോ, അല്ലാണ്ട് പരമ്പരാഗതമായിട്ട് വഞ്ചിപ്പാട്ടൊന്നും അറിയാവുന്ന ആളല്ല. പക്ഷേ പരമ്പരാഗതമായി വഞ്ചിപ്പാട്ട് പുരുഷന്മാർ പാടിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അതിനുശേഷം പുതുതലമുറയിലെ പെൺകുട്ടികൾ, പ്രത്യേകിച്ചും സ്കൂളിൽ പോകുന്ന പെൺകുട്ടികൾ, നമ്മുടെ കലോത്സവ വേദിക്കും അതിന് ഒരുപാട് നന്ദിയുണ്ട്. കലോത്സവത്തിലും വഞ്ചിപ്പാട്ടൊരു ഐറ്റമായിരുന്നു ഇക്കുറി ഉൾപ്പെടെ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഒരു കലാരൂപം എന്നുള്ള ഒരു നിലയിൽ തന്നെ നമ്മുടെ ഈ ഒരു പൈതൃകം കാത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിന് ഒരു വലിയ പ്രോത്സാഹനമായിരിക്കും ഈ പുസ്തകം എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ആ സന്തോഷത്തോടു കൂടി ഞാൻ വിട വാങ്ങട്ടെ. പ്രണാമം. സാധാരണ പുസ്തക പ്രകാശനം ചെയ്യാനൊരു ഡയറക്ടറെ, പ്രത്യേകിച്ച് IAS വിളിച്ചാൽ നമ്മൾ ഇങ്ങനൊരു മധുരം വിളമ്പെന്ന് പ്രതീക്ഷിക്കില്ല. പക്ഷേ ദിവ്യ വിളിക്കുമ്പോൾ നമ്മളിതൊക്കെ പ്രതീക്ഷിക്കും. പല വേദികളിലായിട്ട് ഞങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. MTയുടെ അനുസ്മരണത്തിന് പോയപ്പം പ്രതീക്ഷിക്കാതെ അവിടെ നിന്നൊരു പാട്ട് നമുക്കായിട്ട് പാടുകയുണ്ടായി. ഏതായാലും വലിയ സന്തോഷം. കൃത്യമായ കൈകളിലാണിത് പ്രകാശനത്തിന് ഏൽപ്പിച്ചത്. വള്ളംകളികൾ വഞ്ചിപ്പാട്ട് എന്ന് പറയുന്ന ഈ പുസ്തകം അത് വേണ്ട രീതിയിൽ തന്നെ പ്രകാശനം ചെയ്തതിലുള്ള സന്തോഷം അറിയിക്കണം. പ്രൊഫസർ ചന്ദ്രബാബു നമ്മോട് സംസാരിക്കും. സ്നേഹമുള്ള അധ്യക്ഷൻ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മെ ഈ ഒരു പുസ്തക പ്രകാശന വേദിയിൽ വഞ്ചിപ്പാട്ട് കൊണ്ട് ആഹ്ലാദിപ്പിച്ച ദിവ്യ IASനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഞാൻ സംസാരിക്കാൻ പോകുന്ന പുസ്തകം വളരെ സങ്കീർണമായ ഒരു പുസ്തകമാണ്. അതിൻ്റെ പേര് തന്നെ സാപേക്ഷ സിദ്ധാന്തവും നിരപേക്ഷ വേദാന്തവും എന്നാണ്. അപ്പോൾ ഇത് വേദാന്തവും ശാസ്ത്രവും പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ട് എഴുതപ്പെട്ട ഒരു പുസ്തകമാണ്. ഒരുപക്ഷെ ഇത് ഏറ്റവും അധികം വിവാദം ആകാവുന്ന, ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടാവുന്ന ഒരു പുസ്തകമാണ്. കാരണം ശാസ്ത്രത്തെയും വേദാന്തത്തെയും എങ്ങനെ കൂട്ടിയോജിപ്പിക്കാം എന്ന് ഇപ്പോൾ മുനി നാരായണ പ്രസാദൊക്കെ വളരെ വിപുലമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഒരു ലൗകിക ജീവിതം നയിക്കുന്ന ഒരു പണ്ഡിതനായ ഒരാൾ ഇത്തരത്തിൽ മുതിരുമ്പോൾ അതിൻ്റെ രീതി, ശൈലി ഇതൊക്കെ നമ്മെ ആഹ്ലാദിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വേദാന്തം ലളിതമാണ്. നമ്മൾ ഉപനിഷത്തുകൾ വായിക്കുമ്പോഴും ഭഗവത്ഗീത വായിക്കുമ്പോഴും ഒക്കെ ലളിതമാണ്. പക്ഷേ ഇതിനെ വ്യാഖ്യാനിച്ച് ഇപ്പം ഭഗവത്ഗീത വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ലളിതമായി തോന്നുമെങ്കിലും ശങ്കരാചാര്യരുടെ ആ വ്യാഖ്യാനം വായിക്കുമ്പോൾ അത് വളരെ സങ്കീർണമായി മാറുന്നു. ഇതുപോലെ തന്നെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെയും കൃതികൾ. ഇപ്പോൾ ഗുരുവിൻ്റെ ലളിതമായ കൃതികൾക്ക് ഏറ്റവും ശക്തമായ സങ്കീർണമായ വ്യാഖ്യാനം എഴുതിയ ആളാണ് ബാലകൃഷ്ണൻ നായർ സാറ്. എന്നെ 2 വർഷം മലയാളം പഠിപ്പിച്ച ആളാണ് സാറ്. അപ്പോൾ സാറിൻ്റെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയുമോ എന്നൊക്കെ നമുക്ക് സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി വേണ്ടത് ഈ ഭൗതിക ജീവിതത്തെ മലീമസമാക്കുന്ന ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ശാസ്ത്രമാണോ, ധർമ്മമാണോ, തപസ്സാണോ, അതോ ഭൗതികതയാണോ ഏറ്റവും നമ്മൾ ആദരിക്കേണ്ടത്, അഭിനന്ദിക്കേണ്ടത് എന്നൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ കാലത്ത് നമ്മൾ കുറച്ചുകൂടി ഈ വേദാന്തത്തെ ലളിതമായി പഠിക്കുകയും ശാസ്ത്രത്തെ കുറച്ചുകൂടി ജനകീയമാക്കുകയും ശാസ്ത്രവും വേദാന്തവും ഒക്കെ
ജനോപകാരപ്രദമാകുകയും ചെയ്യുന്ന ഒരു കാലമാണ് ഇനി നമുക്ക് ആവശ്യം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാലത്ത് ഈ കൃതി നമുക്കൊരു വഴികാട്ടിയാണ്. കാരണം വളരെ ലളിതമായി ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ ബോധം കെട്ട് വീഴും എങ്കിലും ഇതിനകത്തേക്ക് നമ്മൾ കയറുമ്പോൾ അത് സങ്കീർണമല്ലാത്ത ഒരു ഭാഷയും പിന്നെ ശങ്കരാചാര്യർ മുതൽ ശ്രീനാരായണ ഗുരുവരെയുള്ള വ്യാഖ്യാതാക്കളും വേദാന്തികളും സന്യാസിമാരും അതിനപ്പുറത്ത് നിൽക്കുന്ന വേദാന്തവും ഋഗ്വേദവും ഒക്കെ സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ട് വളരെ മനോഹരമായ ഒരു ശൈലിയിൽ നിർമാല്യം വാമദേവൻ സാറ് ഈ പുസ്തകം രചിച്ചിട്ടുണ്ട്. കൂടുതൽ സമയമില്ല, കാരണം ഇത് ദീർഘമായി സംസാരിക്കേണ്ട ഒരു പുസ്തകമാണ്. പക്ഷേ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന ഇതിലെ വിഷയം അത് ഈ കാലത്ത് കുട്ടികൾ വായിച്ച് പഠിക്കേണ്ടതാണ്, മുതിർന്നവരും വായിച്ച് പഠിക്കേണ്ടതാണ്. അത്ര സങ്കീർണമാകുന്ന ഈ ജീവിത സാഹചര്യത്തിൽ ഈ പുസ്തകം നമുക്ക് ഒരു വഴികാട്ടിയാണ്. അതിൻ്റെ ഉള്ളറകളിലേക്ക് ഞാൻ കടന്ന് ചെല്ലുന്നില്ല. ഇതിനെ സംബന്ധിച്ച പ്രത്യേക ചർച്ചകൾ നമുക്ക് ആവശ്യമുണ്ട്. വേദാന്തത്തെയും ശാസ്ത്രത്തെയും ധർമ്മത്തെയും നീതിയെയും എല്ലാം പരസ്പര പൂരകമായി ബന്ധിപ്പിച്ചുകൊണ്ട് നിർമാല്യം സാറ് അവതരിപ്പിച്ച ഈ പുസ്തകം മലയാള സാഹിത്യത്തിന് അതുപോലെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഏറ്റവും വലിയ സേവനമാണ് എന്ന് ഞാൻ അറിയുന്നു. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഗ്രന്ഥകാരനായ നിർമാല്യം വാമദേവനും എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ഈ ഭൂമി നമ്മുടേതാണ് എന്ന പുസ്തകം ഏറ്റുവാങ്ങിയ ഡോക്ടർ വി ബാലകൃഷ്ണൻ നമ്മോട് സംസാരിക്കും. അദ്ദേഹം സ്വാമിനാഥൻ ഫൗണ്ടേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളാണ്. മാത്രമല്ല ഞങ്ങൾക്കുള്ള സൗഹൃദം കാസർഗോഡ് വെച്ചിട്ട് നടന്ന സമം പരിപാടിയിൽ അന്ന് കാസർഗോഡ് DYSP ആയിട്ട് വർക്ക് ചെയ്ത കാലത്ത് വളരെ സജീവമായിട്ട് നമ്മളുടെ കാര്യങ്ങളിൽ ഇടപെട്ട ആളാണ്. ബാലകൃഷ്ണൻ സാറിന് ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, വളരെ അഭിമാനമുള്ള മുഹൂർത്തമാണ്. പ്രത്യേകിച്ചും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചത്. സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ മെമ്പർ സെക്രട്ടറി എന്നുള്ള നിലയിലായിരിക്കില്ല എന്നെ ക്ഷണിക്കാൻ കാരണം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുസ്തകം 2 ഞാൻ എൻ്റെ പുസ്തകം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. താങ്ക്സ്. മാത്രമല്ല ബഹുമാനപ്പെട്ട മാഡത്തിൻ്റെ കയ്യിൽ നിന്ന് പുസ്തകം ഏറ്റുവാങ്ങുക എന്നുള്ളതാണ്. മാത്രമല്ല ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത ഈ ഭൂമി നമ്മുടേതാണ്. ഞാൻ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ്റെ ഡയറക്ടറായിട്ട് വയനാട് ജോലി ചെയ്യുമ്പോൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു കൂട്ടം ആൾക്കാർ കാർത്തികേയൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. നിങ്ങൾ ശാസ്ത്രജ്ഞന്മാർ ഒരുപാട് ഗവേഷണ പ്രബന്ധങ്ങൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഇംഗ്ലീഷിലാണ്, വിദേശ ജേണലുകളിലാണ്, അല്ലെങ്കിൽ സ്വദേശ ജേണലുകളിലാണ്. ഇത് നാടിൻ്റെ നന്മയ്ക്ക് ആവശ്യമാവണമെന്ന പക്ഷം നിങ്ങൾ എന്ത് ചെയ്യണം? അത് നമ്മുടെ ഭാഷയിൽ സാധാരണക്കാരനും പോളിസി മേക്കേഴ്സിനും പരിചയപ്പെടുന്ന രീതിയിൽ പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞു. സത്യം ആ പ്രചോദനമാണ് എൻ്റെ 2 പുസ്തകം വളരെ പെട്ടെന്ന് തന്നെ വിത്തറിവും പരിസ്ഥിതി നിയമാവലി 2 പുസ്തകം പബ്ലിഷ് ചെയ്യാൻ സാഹചര്യം ഉണ്ടായത്. അതിന് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് നന്ദി പറയുന്നു. ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകാരൻ കുരുവിപ്പുഴ ഫ്രാൻസിസ്, അദ്ദേഹം വളരെ ഗംഭീരമായതിനകത്ത് സയൻസും അതേപോലെ സാമൂഹ്യ സാഹചര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് വിലയിരുത്തിയിരിക്കുന്നു. പ്രത്യേകിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ സാഹചര്യത്തിൽ ജൈവ വൈവിധ്യം സംരക്ഷിക്കുക, ഇതാണ് പരമപ്രധാനമായ കർത്തവ്യം. നമ്മൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ദുരന്തങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. നമുക്കത് പറയേണ്ട കാര്യമില്ല. അവിടെ ഈ പുസ്തകത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇതിനകത്തോട്ട് ഓടിച്ചു നോക്കിയ സമയത്ത് ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന പുസ്തകം. സാധാരണക്കാരന്, കർഷകന്, നമ്മുടെ ഗവേഷകർക്ക്, പോളിസി മേക്കേഴ്സിന് ആവശ്യമുള്ള വിവരങ്ങളടങ്ങിയ പുസ്തകമാണ്. എന്തായാലും വളരെ സന്തോഷം സത്യൻ സാറിനോടും ഇവിടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുഴുവൻ ആളുകളോടും. നമ്മുടെ പുസ്തകത്തിൽ, ഈ പുസ്തകത്തിലെല്ലാം സാധാരണ പറയുന്ന ഒരു ഇതുണ്ട്, കാട്ടുപൂവ് എന്നുള്ള കവിതയിൽ മണമില്ല മധുവില്ല പൂജക്കെടുക്കില്ല താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. ആ പുസ്തകത്തിലുടനീളം നെഗറ്റീവായിട്ടാണ് ഞാൻ ഈ പറയുന്ന നമ്മുടെ പ്രകൃതിയെയും പരിസ്ഥിതിയെയും പൂക്കളെയൊക്കെ ശ്രദ്ധിച്ചത്. പക്ഷേ മണമുള്ള മധുവുള്ള പൂജക്കെടുക്കുന്ന പുസ്തകങ്ങളൊക്കെ നമ്മുടെ ജൈവസമ്പത്തൊക്കെ ഉണ്ടാക്കാനായി ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ വളരെയധികം ഗുണം ചെയ്യും. പ്രത്യേകിച്ചും ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു പുതിയ തലമുറയുടെ ഒരു ട്രെൻഡ്, കഥകളി ആശാൻ്റെ മകനാണ് ഞങ്ങൾ നമ്മുടെ ഈ അജിത ഹരേ ജയ മാധവ എന്ന് പറയുമ്പോൾ ചെറുപ്പക്കാരെല്ലാം ഇങ്ങനെ വേദി ഒഴിഞ്ഞു പോകുന്നതാണ് കഥകളി കളിക്കുന്ന സമയത്ത്. നേരെ മറിച്ച് നില്ലടാ നീയല്ല പണ്ടെൻ്റെ വല്ലഭാതന്നൂടെ വസ്ത്രം പറിച്ചതും, അവിടെ എന്തോ വയലൻസ് ഉണ്ട്, കൊള്ളാം, അവിടെ ദുശ്വാസന് ദുര്യോധനൊക്കെ അടിപിടിയുണ്ട്, ബ്ലഡ് ഉണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ
പതുക്കെ പോയവരൊക്കെ തിരിച്ചു വരുന്ന കാണാം. ആ ഒരു ക്ഷമ ഉള്ളവരാണ് ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർ. എന്തായാലും എല്ലാവർക്കും നന്ദി നേർന്നുകൊള്ളുന്നു, പ്രത്യേകിച്ചും കുരുവിപ്പുഴ ഫ്രാൻസിസിന്. താങ്ക് യു. ജയചന്ദ്രൻ കടമ്പനാണ് നമ്മോട് സംസാരിക്കുക. പ്രിയമുള്ളവരെ, ഞാൻ ആ പുസ്തകങ്ങളൊന്നും വായിച്ചില്ല. എന്തായാലും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷമുണ്ട്. എനിക്ക് ഞാൻ ഏറ്റുവാങ്ങിയ പുസ്തകം വള്ളംകളിയുമായി ബന്ധപ്പെട്ടുള്ള പാട്ടാണ്. പിന്നെ ഞാൻ പത്തനംതിട്ടക്കാരനായതുകൊണ്ടും അടൂരുകാരനായതുകൊണ്ടും വള്ളംകളിയിലൂടെ ഒരുപാട് സഞ്ചരിക്കാനും പത്തനംതിട്ടയുടെയൊക്കെ തന്നെ ഭൂമികയിലൂടെ സഞ്ചരിച്ച് ഒരുപാട് പാട്ടുകൾ കണ്ടെത്താനും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ അപ്പോൾ ഈ എഴുതിയ മനുഷ്യനെ എനിക്ക് വളരെ കൃത്യമായി അറിയാം. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ഈ നാടൻ കലയ്ക്ക്, അതിൻ്റെ അന്വേഷണത്തിനും അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്കും അത് കുറിക്കാനും അത് പ്രോത്സാഹിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെ ആയിട്ട് ജീവിതം മാറ്റിവെച്ച ഒരു മനുഷ്യനാണെന്ന് എനിക്ക് നേർക്കുനേർ അറിയാവുന്ന ആളാണ്. എന്തായാലും എന്നെ ഈ പുസ്തകം ഏറ്റുവാങ്ങാനും വിളിച്ചതിലുള്ള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ോടുള്ള സ്നേഹം ഞാൻ അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി. വേദിയിലും സദസ്സിലുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കൂടുതൽ സംസാരിക്കാനുള്ള സമയം ഇവിടെ ഇല്ല. പിന്നെ എൻ്റെ പുസ്തകത്തെ പറ്റി 1-2 വാക്ക് മാത്രം പറഞ്ഞുള്ളൂ. സാപേക്ഷികം എന്നാൽ മറ്റൊന്നിനെ ആശ്രയിച്ച് നിലകൊള്ളുന്നത്, നിരപേക്ഷം എന്നാൽ മറ്റൊന്നിനെ ആശ്രയിക്കാതെ നിലകൊള്ളുന്നത്. ഇത് രണ്ടും കൂടെ കോർത്തിണക്കി ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളായി അവതരിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ നേട്ടങ്ങൾക്കെല്ലാം കാരണം ഫിസിക്സ്, ഭൗതികശാസ്ത്രം. പക്ഷേ ശാന്തിയും സമാധാനം നിറഞ്ഞ ഒരു ജീവിതത്തിന് അത് മാത്രം പോരാ. നമുക്ക് വേണ്ടത് മെറ്റാഫിസിക്സ് എന്ന് പറയുന്ന തത്വചിന്തകളാണ്. അതാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. ഇനി ഞാൻ പുസ്തകത്തെ പറ്റി കൂടുതൽ പറയുന്നില്ല, എല്ലാം ഞാൻ പുസ്തകത്തിൽ പറഞ്ഞുകൊണ്ട് എല്ലാവരും വാങ്ങി വായിക്കുക. പിന്നെ ഈ പുസ്തകമായിട്ട് ഞാൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് സത്യമാഷ്ടനോടൊരു ചോദ്യം ചോദിച്ചു. ഇത് സാറിൻ്റെ ഐച്ഛിക വിഷയമല്ലാതെ ഇത് എങ്ങനെ എഴുതാൻ പറ്റുന്നു? അതിൻ്റെ ഉത്തരം ഇതാണ്. ഞാൻ ഒരു മൊബൈൽ ഫോൺ ഓപ്പറേറ്റ് ചെയ്യാൻ പഠിച്ചത് എൻ്റെ കൊച്ചു മോളിൽ നിന്നാണ്, ചെറിയ കുട്ടിയിൽ നിന്നാണ്. എനിക്ക് സംസ്കാരം എന്ത് എന്നറിയാൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ അക്ഷരം അറിഞ്ഞുകൂടാത്ത എൻ്റെ അമ്മയിൽ നിന്നാണ്. അതാണ് അതിൻ്റെ ഉത്തരം. പിന്നെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ഒരു ചോദ്യം ചോദിച്ചു, ഇന്നത്തെ തലമുറയെ പറ്റി എന്താണ് അഭിപ്രായമെന്ന്. അത് നമ്മളിവിടെ കണ്ടു. നമ്മുടെ സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ തന്നെയാണ് അതിൻ്റെ ഉദാഹരണം. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമസ്കാരം, നന്ദി. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ്, സത്യം സാറിനോടും. എൻ്റെ വേറെ പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. 82 എനിക്ക് കവിതയ്ക്ക് 1ാം സമ്മാനം കിട്ടിയപ്പോൾ MD സാറാണ് സംസ്ഥാന തലത്തിൽ എനിക്ക് സമ്മാനം നൽകിയത്. അദ്ദേഹത്തിൻ്റെ 2 വരികളും ഭാവഗായകൻ നമ്മുടെ ജയചന്ദ്രൻ സാറിൻ്റെ 2 വരികളും പറഞ്ഞ് ഞാൻ ഈ വേദി വിടുകയാണ്. കാരണം പുസ്തകം ഇനിയും വായിക്കട്ടെ. ജനനി ജന്മഭൂമി, ജനനി ഭാരതഭൂമി, ജനനി ജന്മഭൂമി സ്വർഗാദപി ഗരിയസി എന്നാണ് എൻ്റെ മനസ്സിലുള്ള ഭാഷ്യം. ഞാൻ ആദ്യം നമ്മുടെ ഭാവഗായകൻ്റെ തന്താന തന്തിനത്താനോ തനന്തിനത്താനോ, തന്താന തന്തിനത്താനോ തനന്തിനത്താനോ, കേരനിരകളാടുന്നൊരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലലകൾ പുൽകും തണുവലിയുമീറൻ കാറ്റിൻ ഇലഞ്ഞാറിൻ ഇലയാടും കുളിരുലാവും നാട്, നിറപൊലിയേകാമെന്നരിയ നേരിന പുതുവിള നേരുന്നോരിനിയ നാടിതാ പാടാം കുട്ടനാടിൻ നീളം, കേരനിരകളാടുന്നൊരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം. നന്ദി, നമസ്കാരം. നമുക്ക് അനുവദിച്ച സമയം കഴിഞ്ഞാണ്. ഇത് കഴിഞ്ഞിട്ട് കുട്ടികളുടെ ഒരു വഞ്ചിപ്പാട്ട് സ്പീക്കർ പ്രത്യേക അനുമതി തന്നിട്ട് ചെയ്യാനുമുണ്ട്. അതുകൊണ്ട് അടുത്ത ആളും കൂടി പാടരുത് എന്നുള്ളൊരു അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കണം. ഞാൻ ഒരു പാട്ടുകാരനാണ്, അതുകൊണ്ടാണ് പാടരുതെന്ന് പ്രത്യേകിച്ച് പറഞ്ഞത് കേട്ടോ. പ്രിയമുള്ളവരെ, എല്ലാ വിശിഷ്ട അതിഥികൾക്കും എൻ്റെ പ്രണാമം. ഞാൻ എഴുതിയ
പുസ്തകമാണ് വഞ്ചികൾ, വഞ്ചിപ്പാട്ടുകൾ, വള്ളംകളികൾ. എൻ്റെ പേര് വേറ്റിനാട് PS കുമാർ. 2009 എനിക്ക് കേന്ദ്ര ഫെലോഷിപ്പ് കിട്ടിയപ്പോൾ ജെയിംസ് സാറ്, ജയേഷ സാറ് എന്നെ വിളിച്ചു പറഞ്ഞു, ഒരു പുസ്തകം എഴുതണമെന്ന് പറഞ്ഞു. വിൽപ്പാട്ട് വേണാടിൻ്റെ കലാരൂപം. അത് തയ്യാറായി കൊടുത്തു. വർഷങ്ങൾ കുറേ ആയി, സാറ് ചെയ്തില്ല. അതിപ്പോഴും അവിടെ ഇരിക്കുകയാണ്. പക്ഷേ അതിന് ശേഷം വന്ന 2 പുസ്തകങ്ങളാണ് ചെയ്തത്. ഒന്ന് വെറ്റിലിയുടെ പുരാവർത്തം, രണ്ടാമത്തെ പുസ്തകം ഈ പുസ്തകമാണ്. അതും കാലങ്ങൾ കഴിഞ്ഞാണ് ചെയ്തത്. അത് ശ്രീകല ചിങ്ങോലി അതിനെ സ്ട്രെയിൻ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അവരെ നന്നായിരിക്കുന്നു. അതുപോലെ സത്യം സാർ വന്നതിന് ശേഷമാണ് അതും പ്രസിദ്ധീകരിക്കാൻ പറ്റിയത്. അതിനും വളരെ നന്ദി. ഈ കവിത എഴുതും പോലെ, കഥ എഴുതും പോലെയും മറ്റുള്ള ലേഖനങ്ങൾ എഴുതും പോലെയൊന്നും വളരെ ആയാസകരമായിട്ട് വീട്ടിൽ നിന്ന് എഴുതാൻ പറ്റുന്ന ഒരു പുസ്തകമല്ല ഞാൻ എഴുതിയത്. ഞാൻ ഈ ആറന്മുളയിലെ മധുസൂദനം പിള്ള എന്ന ഒരു പാട്ടുകാരൻ ദൂരദർശന് വേണ്ടി എന്നെ സമീപിച്ചു. ഞാൻ ദൂരദർശനിൽ പരിപാടി കൊടുത്തു, ആകാശവാണിയിൽ പരിപാടി കൊടുത്തു. അങ്ങനെ അവരുമായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം ആറന്മുള പോയി ഇത്രയെങ്കിലും ദിവസം അവിടെ നിന്ന് കാര്യങ്ങൾ പഠിച്ചു. അമ്പലത്തിൻ്റെ ചടങ്ങുകൾ പഠിച്ചു, വള്ളസദ്യയെക്കുറിച്ച് പഠിച്ചു, ചടങ്ങിനെക്കുറിച്ച് പഠിച്ചു. അങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിച്ച് എഴുതിയാണ്. അതുപോലെ തന്നെ കുട്ടനാട്ടിൽ പറ്റി പലരെയും ആശ്രയിച്ചു, പല പഠനങ്ങളും നടത്തി. ഇത്രയെങ്കിലും വർഷത്തെ പ്രയത്നം കൊണ്ടാണ് ഈ പുസ്തകം ചെയ്യാൻ പറ്റിയത്. അതൊരു വലിയ അനുഗ്രഹമായി. പക്ഷേ എങ്കിലും ഇത് പൂർണ്ണമാണ് എന്ന് ഞാൻ അവകാശിപ്പിക്കുന്നില്ല. എങ്കിലും ഈ പുസ്തകം എല്ലാവരും വായിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. കാരണം നമ്മുടെ ലോകത്തിലെ വള്ളംകളികളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വരെ ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ എല്ലാം വന്ന് കാണില്ല എങ്കിൽ പോലും അത്രയും കഷ്ടപ്പെട്ട് ചെയ്തൊരു പുസ്തകമാണ് അതുപോലെ തന്നെ മഹാകവികൾ ആരെല്ലാം വഞ്ചിപ്പാട്ടുകൾ എഴുതിയിട്ടുള്ളത്, അവരുടെ പാട്ടുകൾ, വള്ളംകളികൾ, വള്ളങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്ന ആശാരിമാർ, മരം മുറിക്കുന്ന ചടങ്ങ്, ഇങ്ങനെ തുടങ്ങി ഇതിൻ്റെ അനുബന്ധ എല്ലാ കാര്യങ്ങളും ചെയ്ത ഒരു പുസ്തകമാണ് ചെയ്തിട്ടുള്ളത്. ഇത് ചെയ്തവർക്കും അതുപോലെ ബന്ധപ്പെട്ട എല്ലാവർക്കും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കോട്ടൺ ഹിൽ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ യദുമിത, മമത, മഹേഷ്, ശ്രേയ എസ് നായർ, ഭൂമിക, പ്രവീണ, പൗർണമി, ഋത്തിക, ആബിദ എന്നിവരാണ് ഈ പരിപാടി വഞ്ചിപ്പാട്ട് അവതരിപ്പിക്കുന്നത്. അവരെ ക്ഷണിക്കുന്നു. അതിന് തൊട്ട് മുമ്പ് ഈ ഫംഗ്ഷനിൽ നിന്ന് നമ്മളൊക്കെ ഒഴിയാൻ വേണ്ടിയിട്ട് നന്ദി കൂടി രേഖപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച 3 പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മമാണ് ഇവിടെ നടന്നത്. ഇതിൽ പങ്കെടുക്കാനെത്തിയ വിശിഷ്ടാതിഥികൾ, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജീവനക്കാർ, സഹൃദയരായ വായനക്കാർ, മാധ്യമപ്രവർത്തകർ, നിയമസഭയിലെ ഉദ്യോഗസ്ഥർ എന്നിവർക്കെല്ലാം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിലുള്ള ഹൃദയപൂർവ്വമായ നന്ദി രേഖപ്പെടുത്തുന്നു. കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലെ ഏതാനും വരികൾ ഞങ്ങൾ കുട്ടനാടൻ ശൈലിയിൽ അവതരിപ്പിക്കുന്നു.